ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ പൂജയോട് സത്യങ്ങളൊക്കെ പറയുകയാണ്. പൂജ മോളെ, നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ആന്റി പറയുന്ന കാര്യങ്ങളൊക്കെ സമാധാനത്തോടു കൂടി കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷ ജയിലിലാണ് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കിനും പൂജ ശരിക്കും ഞെട്ടി. എന്താ ആന്റി ഞാൻ ഈ കേൾക്കുന്നത്? ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ പ്രതീക്ഷേട്ടൻ അത്തരത്തിലുള്ള ഒരാളൊന്നും അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൂജ പൊട്ടിക്കരയുമ്പോഴത്തേക്കിനും രഞ്ജിതയാണെങ്കിലോ അവളെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട എങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ പൂജയ്ക്കാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. പൂജ അവിടെ നിന്ന് കരഞ്ഞു. അപ്പം രഞ്ജിതയാണെങ്കിലോ അവളെ ആശ്വസിപ്പിച്ചു, തന്നോട് ചേർത്ത് നിർത്തുകയാണ്. മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട. അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും പങ്കജും അതുപോലെ തന്നെ അരവിന്ദനും പറയുന്നുണ്ട്, അതെ മോളെ, നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ദേ, നിന്റെ രഞ്ജിതാന്റി ഉണ്ടല്ലോ, പ്രതീക്ഷിനെ വെളിയിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മോളെ, നീ സമാധാനമായിട്ടിരിക്കുന്നു പറയുമ്പോൾ പൂജയ്ക്ക് കേട്ട കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ വലിയ പ്രയാസമായിട്ട് നിൽക്കുകയാണ്. അപ്പം അവൾ ഇങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുമ്പോഴത്തേക്കിനും രഞ്ജിത പറയുന്നുണ്ട്, മോളെ, ആന്റി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. നിനക്കത് ഇന്നല്ലെങ്കിൽ നാളെ വ്യക്തമാകൂ എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അപ്പം രഞ്ജിതയാണെങ്കിൽ പറയുന്നുണ്ട്, മോളൊരു കാര്യം ചെയ്, മോൾ ഇവിടെ നിൽക്ക്, ആന്റി മോൾക്കൊരു ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ അരവിന്ദനെയും കൂട്ടി രഞ്ജിത കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ പങ്കജ് പൂജയെ ആശ്വസിപ്പിക്കുകയാണ്. പൂജ, നീ വിഷമിക്കുകയൊന്നും വേണ്ട. ദേ, എന്തൊക്കെ വന്നാലും ഞാൻ നിന്റെ കൂടെ ഇല്ലേ. ഞാൻ മാത്രമല്ല, നമ്മുടെ മമ്മിയുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷേട്ടനെ നമുക്ക് പുറത്തിറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അനിരുദ്ധിന്റെ ചതിയൊക്കെ വെളിയിൽ കൊണ്ടുവരാനും സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവളോട് സമാധാനപരമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ കിച്ചണിലെത്തിയ രഞ്ജിതയാണെങ്കിലോ തന്റെ തനി സ്വഭാവം പുറത്തെടുക്കുകയാണ്. അതെ അരവിന്ദേട്ടാ, നിങ്ങൾ അവിടെ വന്ന് എന്തേലും പൊട്ടത്തരം വിളിച്ചു പറയുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ തന്ത്രപരമായിട്ടാണ് ഞാൻ ഇതുവരെ കാര്യങ്ങളൊക്കെ എത്തിച്ചിരിക്കുന്നത്. പ്രതീക്ഷ ഇനി നമ്മുടെ ആളായിട്ട് അതുമാത്രമല്ല, എൻ്റെ ഏട്ടനെ പറ്റിച്ച് സുമിത്ര കൈയടക്കി വെച്ചിരുന്ന സകലതും ഇന്ന് അനുഭവിക്കുന്നത് ഞാനാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കളൊന്നും നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇതൊക്കെ അവകാശിയായിട്ടുള്ള എൻ്റെ മകന് തന്നെ കിട്ടണം. അവനാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടത്. പൂജ വെറും ഒരു കാവലാള് മാത്രമാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ രഞ്ജിത സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം, എൻ്റെ രഞ്ജു, നിന്റെ ബുദ്ധി സമ്മതിക്കണം. അല്ല, നീ എങ്ങനെയാണ് സുമിത്രയെ തകർക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പം രഞ്ജിത പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് വ്യക്തമായ നിലപാടും പ്ലാനുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നോട് കളിക്കുമ്പോഴത്തേക്കിനും സുമിത്ര ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ തന്നെ പ്രതീക്ഷ ജയിലിലാണ് എന്നുള്ള കാര്യം അത് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പൂജ എന്നെ വിശ്വസിക്കാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ പിന്നെ സുമിത്ര എന്തൊക്കെ കുറ്റങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞാലും ഒരു രക്ഷയും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പൂജ എന്നോടൊപ്പം നിൽക്കും. അത് തന്നെയാണ് എനിക്ക് വേണ്ടതെന്നും പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അരവിന്ദൻ പറയുന്നുണ്ട്, എടി, ഇതിപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോയില്ലെങ്കിലോ. ദേ, നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചൂട് ചായ എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം, ഓ മനസ്സിലായി എന്നും പറഞ്ഞു അരവിന്ദനാണെങ്കിൽ അങ്ങ് പോവാൻ തുടങ്ങുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനന്യയും സ്വരമോളയുമാണ്. അപ്പം സ്വരമോളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അനന്യ കുഞ്ഞിന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുമ്പോഴത്തേക്കിനും സ്വരമോള് സച്ചിൻ അങ്കിളിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഇതൊക്കെ കേട്ടുകൊണ്ട് ശീതളും സരസ്വതിയമ്മയും കൂടി വരുമ്പോഴത്തേക്കിനും സരസ്വതിയമ്മ പറയുന്നുണ്ട്, എന്തിനാ മോൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നത്? ദേ അനന്യ, ഇതൊന്നും അത്ര നല്ല സ്വഭാവം അല്ല കേട്ടോ എന്ന് പറഞ്ഞതും അനന്യക്ക് ദേഷ്യം വരികയാണ്. എന്താണ് ഞാനിപ്പോൾ ചെയ്ത തെറ്റ്? അതെ, ഞാൻ എൻ്റെ മോളോടല്ലേ സംസാരിച്ചത്. എനിക്കറിയണ്ടേ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് ശീതളൊക്കെ ഇത് കേൾക്കുമ്പോഴത്തേക്കിനും ശീതളിന്റെ ദേഷ്യം വന്നു. നിങ്ങൾ അധിക്ഷേപിക്കുന്നത് എൻ്റെ ഭർത്താവിനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, അതെ, നിന്റെ ഭർത്താവിന് മാനസികമായിട്ട് എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. അതുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ആശുപത്രി കൊണ്ടുപോയി ചികിത്സിപ്പിക്കുക ചെയ്യേണ്ടത്. അല്ലാതെ അയാളെ ചികിത്സിപ്പിക്കാതെ നീ ഈ വീട്ടിൽ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ ഇവിടെ താമസിക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ അമ്മ തീരുമാനിച്ചോളും. അതിൽ അനന്യ ചേച്ചി വലിയ അഭിപ്രായമൊന്നും പറയണ്ട
എന്നും പറഞ്ഞ് ശീതൾ അവിടെ കിടന്ന് ഒച്ചയും ബഹളവും ആക്കി. ഇതൊക്കെ കേട്ട് നമ്മുടെ സുമിത്രയാണെങ്കിലും എന്തിനാ അനന്യ, എന്തിനാ കുഞ്ഞിനോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വരുമ്പം, അതെ ആന്റിയുടെ മരുമകന് ഭ്രാന്തുണ്ടെങ്കിൽ അയാളുടെ ഭ്രാന്ത് മാറ്റിയെടുക്കേണ്ടത് ആന്റിയുടെ മകളാണ്. അതുകൊണ്ട് അവള് നിൽക്കേണ്ടത് അവളുടെ ഭർത്താവിന്റെ വീട്ടിലാണ്, അല്ലാതെ ഇവിടെ അല്ല എന്നും പറഞ്ഞ് നമ്മുടെ അനന്യ അവളുടെ തീരുമാനം അങ്ങ് പറയുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിലോ ഒരക്ഷരം പോലും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സുമിത്ര ഇപ്പൊ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കുപെട്ടതുപോലെ തന്നെയാണ്. എന്തായാലും എന്ത് പറഞ്ഞാലും രണ്ടു കൂട്ടർക്കും അത് വിഷയമായിട്ട് വരും. അതുകൊണ്ട് തന്നെ സുമിത്ര ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും അനിരുദ്ധ് വന്നിട്ട് പറയുന്നുണ്ട്, അതെ അനന്യ, നീ ഒന്നും മിണ്ടാതെ ഇരിക്കാവോ? ശീതൾ ഇവിടെ അല്ലാതെ എവിടെയാ പോയി നിൽക്കേണ്ടത്? ശീതൾ നിൽക്കേണ്ടത് ശീതളിന്റെ ഭർത്താവിന്റെ വീട്ടിലാണ് എന്നും പറഞ്ഞ് അനന്യ ദേഷ്യത്തോടു കൂടി കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് സാഖി കേട്ട് നമ്മുടെ ശീതളാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് അവളും ദേഷ്യപ്പെട്ട് കയറി പോകുമ്പോഴത്തേക്കിനും നമ്മുടെ സരസ്വതി അമ്മയുടെ വക ഒരു ഡയലോഗ് ഉണ്ട്, എന്റെ അനിരുദ്ധേ, ഈ പോയ ആ നിന്നതും ഒക്കെ നിനക്ക് നല്ല മുട്ടൻ തലവേദന തന്നെയാണ്. ഇവള് നിന്റെ പുക കാണാതെ ഇവിടുന്ന് പോകില്ലടാ മോനെ എന്നും പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പം സുമിത്ര പറയുന്നുണ്ട്, അമ്മേ, പ്രശ്നങ്ങൾ വഷളാക്കാനാണോ അമ്മ ശ്രമിക്കുന്നത്? മര്യാദക്ക് സമാധാനമാണ് ഇവിടെ വേണ്ടത്, അതുകൊണ്ട് മര്യാദക്ക് മിണ്ടാതെ എവിടെയെങ്കിലും ഇരുന്നോണമെന്ന് പറഞ്ഞു. അങ്ങനെതാ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ സുമിത്ര വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അനിരുദ്ധ ആശ്വസിപ്പിക്കുന്നുണ്ട്, അമ്മ വിഷമിക്കൊന്നും വേണ്ടമ്മേ, അവൾ ആ സമയത്ത് ഒരു ദേഷ്യം വന്നതുകൊണ്ട് മാത്രം അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും. എന്തായാലും അവൾ കുഞ്ഞിന്റെ കാര്യത്തിൽ അത്ര കണ്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുമിത്രയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശീതളാണെങ്കിലോ റൂമിൽ പോയി പെട്ടി പാക്ക് ചെയ്യാണ്. അപ്പം ശീതൾ തന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മ അങ്ങ് വന്നു. അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, അല്ല ശീതളെ, നീ ഇവിടുന്ന് പോവാൻ തന്നെയാണോ തീരുമാനിച്ചത്? ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എൻ്റെ അമ്മ അനന്യ ചേച്ചി അത്രയും സംസാരിച്ചിട്ടും ഒരു വാക്കുപോലും എതിർത്ത് പറഞ്ഞില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അച്ഛമ്മ ഇവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞ് ശീതൾ ഇങ്ങനെ സങ്കടപ്പെടുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയാണെങ്കിലോ, അത് ശരിയാ മോളെ, നീ നിൽക്കേണ്ട വീട് ഇതൊന്നും അല്ല, നീ സച്ചിനോടൊപ്പമാണ് നിൽക്കേണ്ടത്. എന്തായാലും മോള് വിഷമിക്കൊന്നും വേണ്ട, അച്ഛമ്മയും മോളുടെ കൂടെ വരാന്ന് പറയുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇതൊക്കെ കേട്ടുകൊണ്ട് സുമിത്ര അങ്ങ് വന്നു. സുമിത്ര വന്ന പാടെ തന്നെ അമ്മയുടെ ഉദ്ദേശം എന്താണ്? അമ്മയ്ക്ക് നല്ല ഉദ്ദേശം അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തായാലും എൻ്റെ മോൾ ഇവിടുന്ന് എങ്ങും പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ശീതളാണെങ്കിലോ, ഇല്ലമ്മേ, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എത്രയൊക്കെ വന്നാലും ഞാൻ ഇവിടെ ഒരു അധികപ്പറ്റ് തന്നെയാണ്, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് ഇഷ്ടം, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും ഞാൻ അവിടെ നിന്നോളാന്നും പറഞ്ഞ് ശീതൾ സങ്കടപ്പെടുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിൽ ധർമ്മസങ്കടത്തിലായി. എന്ത് ചെയ്യും അമ്മയ്ക്ക് ഇത് അച്ഛൻ സമ്മാനിച്ച വീടാണ്, ഈ വീട്ടിൽ ആരെന്ത് സംസാരിക്കണമെന്ന് പോലും തീരുമാനിക്കാൻ അമ്മയ്ക്ക് അവകാശമുണ്ടല്ലോ. എന്നിട്ടും അനന്യ ചേച്ചി എന്നെ കുറിച്ച് അത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മ ഒരു വാക്കുപോലും എതിർത്ത് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ, മോളെ, സംഭവിച്ചതൊക്കെ സംഭവിച്ചു, രണ്ട് കൈയും കൂടെ കൂട്ടിയടിച്ചാലല്ലേ വഴക്കുണ്ടാവുള്ളൂ. അതുകൊണ്ട് മോൾ അമ്മ പറയുന്നത് കേൾക്ക്, മോള് തിരികെ പോവണ്ട. സച്ചിൻ ഏത് രീതിയിൽ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ സങ്കടത്തിൽ സംസാരിക്കുമ്പോഴത്തേക്കിനും സച്ചിൻ ചിലപ്പോൾ എന്നെ കൊല്ലുമായിരിക്കും. അന്ന് ഞാൻ ആ പിണങ്ങി ഇവിടെ വന്ന് നിന്ന നിപ്പ് സച്ചിനോടൊപ്പമാണ് നിന്നിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും സച്ചിനെ എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചേനെ. എന്തായാലും ഇനി ഇങ്ങനെ ഒരു മകളില്ല എന്ന് തന്നെ അമ്മ വിചാരിച്ചോ, ഞാൻ സച്ചിന്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശീതൾ ആ വീടിന്റെ പടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സരസ്വതി അമ്മ പറയുന്നുണ്ട്, മോളെ, നീ പോവുകയാണെങ്കിൽ അച്ഛമ്മയും കൂടെ നിനക്ക് കൂട്ടായിട്ട് വരാം. അതൊന്നും ശരിയാവില്ല അച്ഛമ്മയെന്ന് പറഞ്ഞ് ശീതള തന്റെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുമ്പോൾ സുമിത്രയാണെങ്കിൽ ധർമ്മസങ്കടത്തിൽ പെട്ട് നിൽക്കുകയാണ്. അപ്പറേ മരുമകളും ഇപ്പറേ നമ്മുടെ ശീതളും എന്ത് ചെയ്യുമല്ലേ? ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് നിൽക്കുന്ന സുമിത്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കുടുംബവിളക്കിന്റെ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും രഞ്ജിത തമ്പുരാട്ടി കളികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ പ്രതീക്ഷനെ ഇത്രയും പെട്ടെന്ന് തന്നെ അതും എന്ത് റിസ്കും എടുത്ത് പുറത്തിറക്കിക്കൊണ്ട് വരും, അതും നമ്മുടെ സുമിത്രക്കെതിരെ തിരിക്കാനായിട്ടുള്ള ഒരു ആയുധമാക്കിയിട്ട്. അപ്പം അതൊക്കെയാണ് കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. താങ്ക്